യുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും ബിനോയ് എന്നോടൊപ്പം ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഇത് VS ഉണ്ടായിരുന്നപ്പോഴൊക്കെ തടഞ്ഞതാണ്. പിന്നീട് ഇദ്ദേഹത്തിന് സീറ്റ് നൽകി. കേസ് അങ്ങനെ പെൻഡിങ് ആയപ്പോൾ കൊടുത്തു. ഇതിനേക്കാളൊക്കെ ഉള്ള ആളുകൾ മറുവശത്തുണ്ട്. അപ്പോൾ ഇത് ചെറുതല്ലെങ്കിലും ഇതിനേക്കാൾ ഗുരുതരമായ സംഭവങ്ങൾ അപ്പുറത്തുണ്ടാകുമ്പോൾ ആന്റണി രാജുവിന് വോട്ട് ചെയ്തതിൽ തെറ്റില്ല എന്ന് പറയുന്നതിനോട് ബിനോയ് എന്താണ് പറയുന്നത്? വോട്ട് ചെയ്തതിൽ തെറ്റില്ല, ജനങ്ങൾ അറിയുന്നില്ല. പക്ഷെ നമ്മളെ നാട്ടില് എന്താണ്, ഫോർ ദ സ്റ്റേറ്റ് ഉള്ള നാട്ടില് 30 വർഷം കൊണ്ട് അദ്ദേഹം ഇതുമായിട്ട് കോടതി കയറി ഇറങ്ങിയാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹം പോവാത്ത കോടതികളില്ല. അപ്പൊ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു തൊണ്ടി മുതൽ മാറ്റി എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഇപ്പൊ വന്ന പിണറായി ഗവൺമെന്റ്, പിണറായി വിജയനും സഹപ്രവർത്തകർക്കും മാത്രം അറിയണം. അന്ന് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിനെ നിരസിച്ച് സീറ്റ് വെട്ടിയതാ. വീണ്ടും പിണറായി പക്ഷം അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. ഒക്കെ അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ് ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഒരിക്കലും തെളിവുകൾ നശിപ്പിച്ച് പുതിയ തൊണ്ടി മുതൽ കൊണ്ടുവന്ന് വെച്ച് അതിന് വലിയൊരു മനസ്സ് തന്നെ വേണം, ധൈര്യം. ആ ധൈര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, അദ്ദേഹം കഴിഞ്ഞ 2.5 വർഷം കേരളത്തിന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ അഴിമതി കാണിച്ചെന്നുള്ള കഴിഞ്ഞ 2.5 വർഷത്തെ അദ്ദേഹത്തിന്റെ മൊത്ത സാധനവും അദ്ദേഹം ഭരിച്ച ആ വകുപ്പ് എന്തായിരുന്നു? വകുപ്പ് ഗതാഗത വകുപ്പ്. ആ ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മൊത്തം ഇതും എടുക്കണം. അദ്ദേഹം ഒപ്പിട്ട കരാറുകളും എല്ലാം എടുക്കണം. അപ്പൊ അഴിമതിയും ഇതുപോലെ നടത്താൻ അറിയാവുന്ന ആളാണ് അദ്ദേഹം. ഇനിയിപ്പം സീറ്റ് കൊടുത്തില്ലെങ്കിലും നമ്മളുടെ നിയമാവലി അനുസരിച്ച് ഈ നാട്ടിൽ ഇങ്ങനെ ക്രിമിനലായ ഒരാൾക്ക് ഒരിക്കലും മത്സരിക്കുവാൻ പറ്റില്ല. ചിലപ്പോൾ പിണറായി വിജയൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഇത് നോൺ വൈലബിൾ ഒഫൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പിണറായി പോലീസിന് ഇപ്പോഴും വേണമെങ്കിലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം. കോടതിയുടെ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയും ശിക്ഷാ കാലാവധിയൊന്നും കാത്തിരിക്കണ്ട. ജാമ്യം എടുത്താൽ വീണ്ടും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം. ഇത് പുതിയതനുസരിച്ച് 316 അനുസരിച്ച് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് 10 വർഷമല്ല ഇപ്പൊ അവർ പറയുന്നത്, ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് 3 വർഷം മാത്രമേ ആണെങ്കിൽ മജിസ്ട്രേറ്റിന് വിധി നടപ്പാക്കാൻ പറ്റത്തില്ല, കാലാവധി. പക്ഷെ അതൊന്നുമല്ല, ആജീവാനന്ദം അദ്ദേഹത്തിനെ ശിക്ഷിക്കണം. കാരണം ഇതൊരു മാതൃകയാവണം. അദ്ദേഹം ഒരു MLA കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഇന്ന് തന്നെ LDF നിന്ന് പുറത്താക്കണം, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം, LDF നിന്നും പുറത്താക്കണം. അതൊരു മാതൃകാപരമാക്കണം. അതാണ് എനിക്ക് പറയുവാനുള്ളത്. താങ്കളുടെ അഭിപ്രായം. കൂടുതൽ പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. കുമാർ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. കുമാർ, അപ്പോൾ കുമാറിന് എൻ്റെ ഹായ്. എനിക്ക് കൈയൊക്കെ ഉയർത്തി കാണിക്കുക, അതുകൊണ്ടാണ് ഞാനും കൈ ഉയർത്തി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനു പൊതുവേദി അവതരിപ്പിക്കുന്നതാണോ ഇഷ്ടം എന്ന ആളുകളോട് ചോദിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചർച്ച വെക്കണം. ശരി, ഓക്കെ. എന്തൊക്കെയൊക്കെ തരം ചർച്ചകളാണ് വെക്കേണ്ടത്? ഓക്കെ, ജിയോവ പറയുന്നു വക്കീൽ കേസ് ജയിക്കും, പല പണിയും ചെയ്യും. അവരുടെ പ്രൊഫഷൻ ഭാഗം ആണ് അവരുടെ കക്ഷിയെ രക്ഷിക്കുക എന്നത്. കോടതി കസ്റ്റഡിയിലിരുന്ന് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് അടുത്ത കാലത്തല്ലേ എന്നാണ്. അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ പല ആളുകൾക്കുമുണ്ട്. സ്വന്തം കക്ഷിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നതാണ് മഹത്തായ ഒരു അഡ്വക്കേറ്റിൻ്റെ ജോലി എന്നല്ല. നീതി നടപ്പിലാക്കാൻ കോടതിയെ സഹായിക്കലാണ് സത്യത്തിൽ അഡ്വക്കേറ്റിൻ്റെ ജോലി. തൻ്റെ കക്ഷിക്ക് നീതിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ നിയമപരമായി കിട്ടുന്ന നീതി വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമേ ഒരു അഡ്വക്കേറ്റ് പ്രയത്നിക്കേണ്ടതുള്ളൂ. കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളെ മുഴുവൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പ്രവണത അഡ്വക്കേറ്റുകൾക്കുണ്ടായിക്കൂടാ. അവർ ഈ നാടിൻ്റെ നന്മയും അതുപോലെ വികസനവും ഒക്കെ മുന്നിൽ കണ്ടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ അല്ലാതെ എങ്ങനെയെങ്കിലും തൻ്റെ പ്രതിയെ രക്ഷിച്ച് കള്ളത്തരം കാണിച്ച് ഇതുപോലെ കൃത്രിമം കാണിച്ച് രക്ഷിക്കുക എന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു അഡ്വക്കേറ്റിൻ്റെ ദൗത്യത്തിൽ പെടുന്നുവെന്ന്. നല്ലൊരു അഡ്വക്കേറ്റും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ കരുതുന്നും ഇല്ല. അപ്പോൾ ഈ പാട്ട് തുടങ്ങി കേട്ടോ, ചിലർ ജെട്ടി കെട്ടവൻ ആരപ്പ ആൻ്റണിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. AKD എന്നോട് ആൻ്റണിയുടെ ഓക്കെ. അപ്പോൾ ഉണ്ണി പറയുന്നത് ഇവർക്ക് പണം മാത്രം മതി. ജിയോ പറയുന്ന ഇയാൾ മാത്രമല്ല MLA UDFിലും കുറേ പേരുണ്ടെന്ന്. അത് ഉടനെ നമ്മൾ UDF ഉണ്ട് എന്ന് പറയും. ആദ്യം ഇവിടെ ഉണ്ടല്ലോ, അവിടെയുണ്ട്. രണ്ടുപേരും ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർ നല്ലത് നിങ്ങൾ മോശം എന്നല്ല. ഇത്തരക്കാരെ മാറ്റി നിർത്താനുള്ള കൂട്ടായ ശ്രമം രാഷ്ട്രീയക്കാരുടെ, പാർട്ടികളുടെ, പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. തങ്ങളുടെ ആളുകളെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കുന്ന പ്രവണത നിർത്തി
ഇത് ശരിയല്ല, ഇത്തരക്കാരെ ഇനി കൊണ്ടുവരാൻ ഇത് വലിയ വീഴ്ച പറ്റി എന്ന് തുറന്നു പറയാൻ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും തയ്യാറാകുന്ന ഘട്ടത്തിൽ ഇതൊക്കെ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജിയോയെ പോലുള്ള ആൾ, ജിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്, നമ്മുടെ പൊതുവേദി എന്നും കാണുന്നയാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഒരു പാർട്ടിയെ കുറ്റം പറയുകയല്ല, ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ജലാലുദ്ദീൻ ബത്തേരി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. LDF ഓൾറെഡി പ്രതിസന്ധിയിലാണ്, ഇടിയ വെട്ടിയവനെ ഇപ്പോൾ പാമ്പ് കടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ജലാലുദ്ദീൻ സുൽത്താൻ ബത്തേരി കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടില്ല, ഏതായാലും ഇന്നിപ്പോൾ കണ്ടു, സന്തോഷം. ബത്തേരിയുടെ കമൻ്റ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്നു, കടകംപള്ളിക്ക് വോട്ടിട്ടവർക്ക് അഭിമാനിക്കാനുള്ള അവസരം ഉടനെ വരും എന്നാണ് പറയുന്നത്. അങ്ങയുടെ നല്ല വാക്കുകൾ ഒരുപാട് നന്ദി എന്ന് എന്നോട് സുജാത പറയുന്നു. തൃശ്ശൂർ കോലഞ്ചേരിയിൽ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിനടുത്താണ് താമസം. ഹാപ്പി ന്യൂ ഇയർ ടു യു ആൻഡ് യുവർ ലവ്ലി ഫാമിലി എന്ന് എന്നോട് സുജാത തൃശ്ശൂർ നിന്ന് എന്നോട് പറയുന്നു. അപ്പോൾ കോലഞ്ചേരിയല്ലേ, സോറി കേട്ടോ, കോലഞ്ചേരി ഞാനും വിചാരിച്ചു, ഞാൻ വായിക്കുന്നത് തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഞാൻ വായിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ടെന്ന് എന്നോട് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ ക്ഷമാപണം നടത്തുകയാണ്. കുറുക്കഞ്ചേരി, അപ്പോൾ തൃശ്ശൂരിലെ കുറുക്കഞ്ചേരി വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. ഞാൻ തൃശ്ശൂർ വഴിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവിടെ ആരോടെങ്കിലും ചോദിക്കാം സുജാതയുടെ വീട് എവിടെയാണ്, അങ്ങനെ പറ്റുമെങ്കിൽ കാണുകയും ചെയ്യാം. അപ്പോൾ ഫാദർ സാമുവൽ എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേർന്നു. ഫാദർ സാമുവൽ ഇത് പുതുവത്സരമാണ്. ഫാദർ സാമുവലും അവിടുത്തെ ആളുകളുമൊക്കെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാകും. ക്രിസ്മസ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലേ? ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ വിഷയം ചെയ്തു. പിന്നെ ഈ വിഷയത്തിലേക്ക് വരിക, ജനപ്രതിനിധികൾ ആരായാലും, മന്ത്രിമാരായാലും MLA മാരായാലും MP മാരായാലും അവർ ജനസേവകരും ജനത്തിന് മാതൃകയുള്ളവരുമായിരിക്കണം. ഒന്ന്. രണ്ടാമത്, 35 വർഷം എടുത്തു ഈ ഒരു കേസ് ഒരു വിധിയിലേക്ക് വരുവാൻ തക്കവണ്ണം. അത് തന്നെ വളരെയേറെ കാലതാമസമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ആ മെൽബണിലെ ജയിലില് ഈ കുറ്റവാളിയോട് ഒപ്പം ഇരുന്ന ആള് വളരെ നീതിബോധമുള്ള ആളായിട്ടാണ് ഇയാള് ഇങ്ങനെ ഇപ്രകാരം ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ജയിലധികാരി അറിയിച്ചു. അവർ ഇന്റർപോളിനെ അറിയിച്ചു, ഇന്റർപോൾ CBI അറിയിച്ചു. CBI ആണ് പിന്നീട് അവസാനം നമ്മുടെ പോലീസിനെ അറിയിച്ചിട്ട് കേസ് വീണ്ടും വന്നത്. ഇല്ലെങ്കിൽ ഇത് തള്ളിപ്പോകുമായിരുന്നു. ആന്റണി നിരപരാധി എന്ന് പറഞ്ഞ് അത് കേസേ തള്ളിപ്പോകുമായിരുന്നു. അതുകൊണ്ട് ആ നീതിബോധം നമ്മളുടെ ജനങ്ങൾക്ക് പോലും ഇല്ലല്ലോ എന്നതാണ് എനിക്കുള്ള പ്രയാസം. നമ്മുടെ MP മാരായാലും MLA മാരെ മറ്റുള്ളവരെ കുറ്റം പറയും. ഓസ്ട്രേലിയയിൽ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്ന ആ കുറ്റവാളി പോലും ഞെട്ടിപ്പോയി കാണും. ഇതാണല്ലോ ഇന്ത്യയുടെ നിയമ സംവിധാനത്തിൽ നടക്കുന്നതെന്ന് ആലോചിച്ചില്ലേ? അതാണ് എനിക്ക് പറയാനായിട്ട്. ഇനി ഈ ന്യായീകരണം, അത് നിങ്ങൾ ഇന്ന് 7 മുതൽ 9 വരെയുള്ള ന്യൂസ് ചാനലിലുള്ള ഡിബേറ്റിൽ നോക്കിക്കോ, ന്യായീകരിക്കും. എല്ലാവരും മറ്റേ അപ്പുറത്തുള്ള കുറ്റമാണ് പ്രധാനമായി കണ്ടെത്തുന്നത്. ഇപ്പുറത്തൊരു കുറ്റം വരുമ്പോൾ ഞാൻ 7 മുതൽ 9 വരെയുള്ള എല്ലാ ഡിബേറ്റും കാണുന്ന ആളാണ്, മാറി മാറി കാണും. എല്ലാത്തിലും ഈ ന്യായീകരണമാണ്. തങ്ങളുടെ കുറ്റം ഒരിക്കലും കാണില്ല. അത് LDF ആയാലും UDF ആയാലും BJP ആയാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാന്നല്ലാതെ തങ്ങളുടെ കുറ്റം എന്താണെന്ന്, തങ്ങൾ എത്രത്തോളം ജനസേവയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, ജനദ്രോഹമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാൻ തക്കവണ്ണം ആർക്കും ധൈര്യമില്ല, അല്ല തന്റെ ഇടമില്ല. എല്ലാം ലോകത്തിന് മാതൃകയാണ്. എന്ത് ചെയ്താലും ലോകത്തിന് മാതൃകയാണ്. ഇത് ഈ ലോകത്തിന് മാതൃകയാണോ? ഇത് ലോകത്തിന് മാതൃകയാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എങ്കിൽ മാത്രമേ കേരളം ലോകത്തിന് മാതൃകയായി തീരുകയുള്ളൂ. തെറ്റുകുറ്റം കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാനും അത് സമ്മതിച്ച് അതിൽ നിന്ന് തിരുത്താനും സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേരളം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഫാദർ സാമുവൽ. അപ്പോൾ ഫാദർ സാമുവലിൻ്റെ ആ ഒരു വാക്കുകൾ ശരിക്കും പൊതുവേദിയിലെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ നാട്ടിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഈ വെറും രാഷ്ട്രീയ അന്ധത ബാധിച്ച് പരസ്പരം കടിച്ചു കയറുന്നതിനപ്പുറത്തേക്ക് കുറേ കൂടി ഉദാത്തമായ ഒരു രാഷ്ട്രീയ പാത വേണം എന്ന് സ്വയം തീരുമാനിക്കാനുള്ള ദൗത്യവും ഉത്തരവാദിത്വവും ഒക്കെ ഈ പാർട്ടികൾക്കും മുന്നണികൾക്കും ഉണ്ട്. ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്,
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഇതൊരു കുറച്ചു നാൾ മുമ്പ് ഒരു വാട്സപ്പ് എന്തോ എനിക്ക് കിട്ടിയതില് ഇങ്ങനെ എഴുതിയിരിക്കും. പെട്ടെന്ന് ഞാൻ എന്താന്ന് മനസ്സിലായില്ല. എനിക്ക് ഷെഡ്ഡി രാജുവിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോഴേ അദ്ദേഹത്തിന് ഒരു നിക്നെയിം വീട് കഴിഞ്ഞു അതിന്റെ മാറ്റിയതില്. ഇതിപ്പോ എനിക്ക് കേരളത്തിലായത് കൊണ്ട് ഞാൻ കുറച്ച് അത്ഭുതപ്പെടുന്നു എന്നല്ലാതെ ഇവിടെ കേരളം വിട്ട് കഴിഞ്ഞാലൊക്കെ ഈ വക്കീൽമാരുടെ പണി ഇത് തന്നെയാണ്. നേരത്തെ താങ്കൾ പറയണ്ട ആരെയും രക്ഷിക്കുക എന്നുള്ളതല്ല അവരുടെ കടമ. ശരിക്കും വാസ്തവം പറഞ്ഞാൽ കോടതി ഇൻഡിക്കേറ്റ് ജസ്റ്റിസ്, കോടതിയുടെ മുമ്പിൽ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ സത്യം തന്നെയാണ്, അതൊക്കെ വായുകൊണ്ട് പറയാം. പക്ഷെ ഇവിടുന്ന് കേരളം വിട്ട് പുറത്തു കഴിഞ്ഞാൽ ഞാനൊരു സിവിൽ കേസ് നടത്തിയിട്ടുള്ളത് ഹൈദരാബാദില്. അവിടെ ഈ വക്കീല് നമ്മളുടെ എതിർകക്ഷിക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഹൈക്കോടതിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു പ്രയാസമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ ഒരു പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. പരേതരായ VR കൃഷ്ണയ്യര്, ജസ്റ്റിസ് ജാനകിയമ്മ, എന്നെ അറിയാവുന്നതുകൊണ്ട് അവർ ലെറ്റർ തന്നു വിട്ടു. ഈ ചങ്ങായിന്റെ അടുത്ത് ഞാൻ ആ ഫയലെടുത്ത് മാറ്റി. എന്നിട്ട് ഇവരുടെ ഏറ്റവും രസം ഇവരെങ്ങനെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. ഒരു കോടതിയിൽ കേസ് പോയത് ഈ ബാർ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഈ കള്ളന്മാർ കട്ട് കഴിഞ്ഞാൽ കള്ളന്മാരുടെ ഒരു കൗൺസിലിലേക്ക് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല അർത്ഥമുണ്ട്. അവരൊരു കള്ളനെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. ഞാൻ ബാർ കൗൺസിലിൽ അതൊക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം കൊണ്ടുവച്ചിട്ടും അയാൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ എന്നിട്ട് ഞാൻ KG കണ്ണാഭിരാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു അവിടുത്തെ. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അവിടുത്തെ പൗരാവകാശ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ജൂനിയറിനെ ഞാൻ പിന്നീട് വളരെ കൂളായിട്ട് ഒരു ലെറ്റർ, യു ക്യാൻ പുട്ട് ആൻ അപ്പീൽ ടു ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ദി ടൈം ലിമിറ്റ് ഈസ് 30 days എന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കേസിൽ നമ്മുടെ ഓപ്പോസിറ്റ് കക്ഷി ഒരു പവർഫുൾ IAS ഓഫീസർ ആയതുകൊണ്ട് ഇപ്പം ഇവര് കാണിച്ചു കൂട്ടുന്നത് വളരെ മോശം. ഒന്നാമത് സിസ്റ്റം ഇറ്റ്സെൽഫ് ഈസ് വീക്ക്. പറഞ്ഞിട്ടില്ല 30 വർഷമായി. അപ്പൊ അതിനും പുറമെ ഈ വക്കീലും കൂടി ഒന്നും കൂടി ആ സിസ്റ്റം വീക്കാക്കുകയാണ് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ. ഇത് പക്ഷെ കുറച്ചുകൂടി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എന്താ ഡ്രഗ് സ്മഗ്ലിംഗ്, നാർക്കോട്ടിക് കേസ് എന്നൊക്കെ പറയുന്നത്. സിവിൽ കേസൊക്കെ ആണെങ്കിൽ ആരും ഇതുമാതിരി കാര്യമായിട്ട് എടുക്കില്ല. കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നശിച്ചു കഴിഞ്ഞു എന്നുള്ള. എന്തെങ്കിലും നമ്മുടെ നരേന്ദ്രമോദി പുതിയ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു നിലയിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇവിടെ ഒരു നേരത്തെ ഒരു സ്ക്രൂട്ടണി വേണോ, ഒരു സൂക്ഷ്മ പരിശോധന വേണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ? അല്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടിയാകും എന്ന ബോധ്യം അവർക്കുണ്ടാകേണ്ടതല്ലേ?